Hi everyone, ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ സൊസൈറ്റിയിലെ ബ്ലോക്ക് 3യിലെ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, എംപയർ ഇൻ ദ ആൻഷ്യൻ വേൾഡ്. ഇതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പാൻഷൻ ഓഫ് എക്കണോമിക് ബേസ് ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ, അതായത് സാമ്പത്തികമായിട്ടുള്ള അടിത്തറയും അതുപോലെ തന്നെ അതുമായിട്ട് സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുള്ളതാണ് വാണിജ്യവും വ്യാപാരവും. റോമൻ സാമ്രാജ്യം അതുപോലെ മൗര്യ സാമ്രാജ്യം, ഹാൻ രാജവംശം തുടങ്ങിയ സാമ്രാജ്യങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് ഗണ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക വികസനം നടപ്പിലാക്കിയിട്ടുള്ളത്. പുരാതന സാമ്രാജ്യങ്ങളിലെ സാമ്പത്തിക വികസനത്തിന് നിർണായകമായിട്ട് ഏറ്റവും പങ്കുവഹിച്ചിട്ടുള്ള ഒന്നാണ് വ്യാപാരവും അതുപോലെ വാണിജ്യവും എന്ന് പറയുന്നത്. ഈ സാമ്രാജ്യങ്ങളിൽ വിപുലമായിട്ടുള്ള വ്യാപാര ശൃംഖലകളെ എല്ലാ ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രദേശങ്ങൾക്കുള്ളിലെ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അതുപോലെ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപാരങ്ങളെ വളരെയധികം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും പങ്ക് വർദ്ധിപ്പിച്ചതോടുകൂടി തന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിലനിർത്തുന്നതിനായിട്ട് അവര് വ്യാപാരത്തില് നികുതിയും മറ്റും മിച്ചം സൃഷ്ടിക്കുന്നതിനായിട്ടും അവർ കാർഷിക ഉൽപാദനം വളരെയധികം വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വിപുലീകരിക്കുന്നതിലൂടെ തന്നെ അവർക്ക് പല കാര്യങ്ങളും മിച്ചം വരുത്താനും അവരുടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും അതിലൂടെ സാധിച്ചു. ജലസേചന സംവിധാനങ്ങളും അതുപോലെ വിള, പുതിയ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വളർത്തലും എന്നിവയിലെല്ലാം അവരെന്താണ് ഒരുപാട് ഡെവലപ്മെന്റും ആ കാര്യത്തിൽ കൊണ്ടുവന്നതോടുകൂടി അതിലും അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ എന്താണ് അവരുടെ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനും സഹായകമായി. പുരാതന സാമ്രാജ്യങ്ങളിൽ സാമ്പത്തിക വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കച്ചവടവും ഗതാഗതവും അവർ സുഗമമാക്കുന്നതിന് എന്താണ് റോഡുകള്, പാലങ്ങള്, കനാലുകള്, തുറമുഖങ്ങള് എന്നിവയും എന്താണ് അവർ സ്വയമായിട്ട് അത് നിർമ്മിക്കുന്നതിന് അതിന് മാക്സിമം നിക്ഷേപങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഡെവലപ്മെന്റ് വരുന്നതോടുകൂടി അവർക്ക് വീണ്ടും അവരുടെ വ്യാപാരവും മറ്റും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് അവർ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റോഡുകളും മറ്റു ജലപരിപാലന സംവിധാനങ്ങളും അവർ ഇതിലൂടെ ധാരാളമായിട്ട് വികസിപ്പിച്ചെടുക്കുകയും മറ്റു രാജ്യങ്ങളുമായിട്ടും മറ്റു പ്രദേശങ്ങളുമായിട്ടുള്ള ഒരു വാണിജ്യ വ്യാപാര ബന്ധം അവര് നിലനിർത്തി കൊണ്ടുപോവുകയും വളർത്തിയെടുക്കുകയും ചെയ്തു. മറ്റൊരു കാര്യമായിരുന്നു അവരുടെ നഗരവൽക്കരണം എന്ന് പറയുന്നത്. നഗരങ്ങളുടെ വളർച്ച അതുപോലെ തന്നെ പലയധികം വ്യവസായങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. വ്യാപാരികളെയും അതുപോലെ കരകൗശല വിദഗ്ധ തൊഴിലാളികളെയും ആകർഷിക്കുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും നഗര കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നു. ഈ നഗരങ്ങള് തുണിത്തരങ്ങള് അതുപോലെ മൺപാത്രങ്ങള്, ലോഹങ്ങള്, ആഡംബര വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ വിവിധ വസ്തുക്കളുടെ ഒരു വിപണിയായി തന്നെ മാറി. ഇപ്പൊ പ്രത്യേക വ്യവസായങ്ങളും മറ്റും അഭിവൃദ്ധിപ്പെട്ടതോടുകൂടി തൊഴിലവസരങ്ങൾ ധാരാളമായി വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഒരു സാമ്പത്തിക വളർച്ചയെ ഇത് സ്വാധീനിക്കുകയും ചെയ്തു. ഇതെന്താണ് അവരുടെ ഭരണ സംവിധാനങ്ങളും അതുപോലെ സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും അടിത്തറയൊരുക്കി. ഇതിൽ 3 എംപയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് ദ ബാബിലോണിയൻ എംപയർ ആണ്. ബാബിലോണിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിൽ തഴച്ചു വളർന്നു വന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് ഈ സാമ്രാജ്യം ഉയർന്നു വന്നിട്ടുള്ളത്. പൊതുവെ അക്കാഡിയന്മാരും അതുപോലെ തന്നെ സുമേറിയക്കാരുമായിരുന്നു ഈ ഒരു ബാബിലോണിയന്റെ സംയോജനത്തിന് കാരണമായിട്ടുണ്ടായിരുന്നത്. ബാബിലോണിയയിൽ കൊട്ടാരങ്ങളും അതുപോലെ ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നു. അതുപോലെ നഗരങ്ങളെ തന്നെ പല ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അവരെന്താണ് പാലങ്ങളും മറ്റും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BC 2000-ലാണ് ബാബിലോണിയൻ ചരിത്രത്തിലെ ഏറ്റവും ഒരു സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ബാബിലോണിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാബിലോൺ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ കവാടം എന്നാണ് അർത്ഥം. വടക്കൻ മെസപ്പൊട്ടോമിയയിലും അതുപോലെ തന്നെ സിറിയയിലും സ്ഥിതി ചെയ്യുന്ന അക്കാഡിൽ ഉടലെടുത്ത അമോറൈറ്റ് സൈറ്റുകളിൽ ഒന്നാണ് ബാബിലോൺ എന്ന് പറയുന്നത്. പാശ്ചാത്യ സെമിറ്റുകളിൽ എന്നറിയപ്പെടുന്ന വലിയ ഗോത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അമോറികള് പഴയ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ വികാസനത്തിൽ നിർണായകമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു. അതുപോലെ ബാബിലോണിയൻ സാമ്രാജ്യം അതിന്റെ രാജാവിന്റെ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു പാരമ്പര്യം സ്വീകരിച്ചിട്ടാണ് അവർ ആ ഒരു തലമുറ നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സർഗോൺ അതുപോലെ അതിന് നിലനിർത്തി കൊണ്ടുവന്ന ഭരണാധികാരികളായിരുന്നു ഒന്ന് സർഗോൺ, അതുപോലെ 3-ാം രാജവംശത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. സുമും അബു അദ്ദേഹത്തിന്റെ ഒരു ഭരണകാലത്താണ് പഴയ ബാബിലോണിയൻ സാമ്രാജ്യം പ്രാധാന്യം നേടിയിട്ടുണ്ടായിരുന്നത്. അതില് 6-ാമത്തെ രാജാവായിട്ട് വന്ന ഒരാളായിരുന്നു ഹമ്മൂറാബി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ബാബിലോണിൽ ഉണ്ടായിട്ടുള്ളത് ഹമ്മൂറാബിയുടെ കാലത്താണ്. അവരുടെ കോഡ്
വളരെയധികം പ്രാധാന്യം നേടിയിട്ടുള്ള ഒന്നായിരുന്നു. ദെൻ പുരാതന ലോക നാഗരികതയിലെ ഏറ്റവും പ്രമുഖ സ്വാധീനമുള്ള വ്യക്തികൾ ഒരാളായിരുന്നു ഹമ്മുറാബി എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലെ താഴത്തെ താഴ്വരകളിലെ ചെറുകിട യുദ്ധം ചെയ്യുന്ന സംസ്ഥാനങ്ങളെ ഐക്യപ്പെടുത്തുകയും അതുപോലെ ഹമ്മുറാബിയുടെ ചരിത്രപരമായിട്ടുള്ള ഒരു നിയമാവലി, ഒരു കോഡ് ഉണ്ടായിരുന്നു. അത് ഒരു സമാധാനവും ക്രമവും സുരക്ഷിതത്വവും ആ ഒരു രാജ്യത്ത് കൊണ്ടുവരികയും ചെയ്തു. പിന്നെ പ്രബുദ്ധമായിട്ടുള്ള നിയമങ്ങളെയും അതുപോലെ കഠിനമായ ശിക്ഷകളും അവരുടെ ഒരു കോഡിൽ ഉണ്ടായിരുന്നു. പരീക്ഷണങ്ങളിലൂടെയും പ്രാകൃത വിചാരണകളിലൂടെയും വിപുലമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ നടപടിക്രമങ്ങളും ആ ഒരു രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കോഡിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തിഗതമായിട്ടുള്ള സ്വത്ത്, അതുപോലെ വ്യാപാരം, ബിസിനസ്, കുടുംബകാര്യങ്ങൾ, പരിക്കുകൾ, തൊഴിൽ എന്നിവയിലെല്ലാം എന്നീ വിവിധ വിഷയങ്ങളെ കുറിച്ചും ആ കോഡിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ കാര്യത്തിലും എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിയമാവലിയായിരുന്നു ഹമ്മുറാബിയുടെ കോഡ് എന്ന് പറയുന്നത്. ദെൻ ഹമ്മുറാബിയുടെ മഹത്തായ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു കിഷിനും പേർഷ്യൻ ഗൾഫിനും ഇടയിലുള്ള കനാലിന്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത്. വലിയ പ്രദേശത്തുള്ള ജലസേചനം നടപ്പിലാക്കാനും ടൈഗ്രിസ് നദിയിലെ വിനാശകരമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിന് എതിരെ ആ നഗരത്തിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഈ കനാൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അദ്ദേഹം അതുപോലെ തന്നെ കോട്ടകളും അതുപോലെ ക്ഷേത്രങ്ങളും പണിതിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാബിലോണിലെ ഒരു വലിയ സങ്കേതം ദേവന്മാർക്കും അതുപോലെ പുരോഹിതന്മാർക്കും ഗോതമ്പ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നിർമ്മിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. ദെൻ ബാബിലോണിലെ കൊട്ടാരങ്ങളും അതുപോലെ ക്ഷേത്രങ്ങളും എല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. യൂഫ്രട്ടീസ് നദികൾക്ക് കുറുകെ പാലങ്ങളും മറ്റും നിർമ്മിക്കുകയും അത് ഇരു കരകളെ വളരെയധികം വിശാലമാക്കാനും വ്യാപാരവും വാണിജ്യവും കൂടുതൽ ബലപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബാബിലോണിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഹമ്മുറാബിയുടെ ഭരണത്തിന് കീഴിൽ ഒരു ഭൂപ്രഭുത്വം എന്ന് പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള ഒരു വാണിജ്യ മാറ്റം തന്നെ അനുഭവിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമൂഹിക നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കുകയും ജനങ്ങൾക്കും രാജാവിനും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് വർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ കേന്ദ്ര പ്രാദേശിക പ്രഭുക്കന്മാരോ അല്ലെങ്കിൽ രാജാവ് നിയമിച്ച ഭരണാധികളോ ആണ് സർക്കാർ പ്രാഥമികമായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ഹമ്മുറാബിയുടെ കാലത്ത് ഗവൺമെന്റിന് മാത്രം ഉത്തരവാദിത്തമുള്ള മതേതര കോടതികളും അതുപോലെ പുരോഹിതന്മാരുടെ അധ്യക്ഷതയിലുള്ള വിധി ന്യായങ്ങളെ മാറ്റി സ്ഥാപിക്കാനും മറ്റും സാധിക്കുമായിരുന്നു. ഇതാണ് അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കോഡും കാര്യങ്ങളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ബാബിലോണിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹമ്മുറാബി എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു കോഡില് നിർമ്മാതാക്കള്, അതുപോലെ ഇഷ്ടിക തൊഴിലാളികള്, തയ്യൽക്കാര്, കല്ലുവേലക്കാര്, ആശാരികള്, തോണിക്കാര്, ഇടയമരം ആരും ആയിക്കോട്ടെ ആ നിയമാവലിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഓരോ വ്യക്തിക്കും. ആരെങ്കിലും മറ്റൊരാളുടെ മേൽ കുറ്റം ചുമത്തിയാലും അത് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടാല് കുറ്റം ആരാണോ ആരോപിച്ചിട്ടുള്ളത് അവർക്കെതിരെ ആ കോഡിൽ ഒരു നിയമം ഉണ്ടായിരിക്കും. അതനുസരിച്ച് തന്നെ വിധി നടപ്പിലാക്കുകയും ചെയ്യും. പിന്നെ അടുത്തതായിട്ട് ഈ നഗരത്തിൽ വന്നിട്ടുള്ളത് ഹമ്മുറാബിക്ക് ശേഷം ബാബിലോണിയൻ രാജാക്കന്മാരുടെ പിൻഗാമിയായിട്ട് വന്നതാണ് നെബൂഖദ്നേസർ എന്ന ഒരു വ്യക്തിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് അദ്ദേഹം ഓരോ രാജ്യങ്ങളെയും കീഴടക്കുക എന്ന കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ബാബിലോണിക്ക് സമീപമുള്ള പ്രദേശങ്ങളും രാജ്യങ്ങളൊക്കെ അദ്ദേഹം യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 43 വർഷത്തെ ഭരണത്തിലുടനീളം നഗരത്തെ പുനർനിർമ്മിക്കാനും അതുപോലെ തന്നെ മനോഹരമാക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. പിന്നെ ഈന്തപ്പനയോരങ്ങളുടെ യൂഫ്രട്ടീസ് നദി ബാബിലോണിയയുടെ മധ്യത്തിലൂടെ ഒഴുകി വാണിജ്യം കൊണ്ട് അതുപോലെ തിരക്കേറിയത് മനോഹരമാക്കാനും അദ്ദേഹത്തിന്റെ ആ ചുരുങ്ങിയ കാലയളവിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ബാബിലോണിയയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഭവമാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള കൊട്ടാരങ്ങളിൽ പെട്ട ഒന്നാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. ഇഷ്ടിക പോലുള്ള തിളങ്ങുന്ന നീല, മഞ്ഞ അല്ലെങ്കിൽ വെള്ള നിറങ്ങളിലുള്ള വർണ്ണാഭമായിട്ടുള്ള ടൈലുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ബാബിലോൺ അതിന്റെ മഹത്തായ നാളുകളിൽ 650 അടി ഉയരമുള്ള തിളങ്ങുന്ന ഇനാമൽ കൊണ്ട് പൊതിഞ്ഞ 7 ഘട്ടങ്ങളിലായി ഉയരുന്ന ഒരു വലിയ സിഗുറാത്തിനെ അവര് ഉണ്ടാക്കിയെടുത്തു. സ്വർണം കൊണ്ടും അതുപോലെ കൂറ്റൻ മേശ കൊണ്ടും അലങ്കരിച്ച കിടക്കയും ഒരു ദേവാലയവും ആ സിഗുറാത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവിടെ എല്ലാ സ്ത്രീകൾക്കും രാത്രി ആ ദൈവത്തിന്റെ പ്രീതിക്കായിട്ട് അവരവിടെ കിടന്നുറങ്ങുമായിരുന്നു. ഇനി അവിടുത്തെ എക്കണോമിയാണ് പറയുന്നത്. ബാബിലോണിയയിൽ ഭൂമിയുടെ പ്രധാന ഉടമസ്ഥർ എന്ന് പറയുന്നത് കർഷകരായിരുന്നു. ഓരോ ഫാമും വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് ആ ഒരു നാടിനെ തന്നെ കാർഷിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചത് കർഷകരായിരുന്നു. കനാലുകളിൽ നിന്നും ജലസംഭരണികളും അതുപോലെ വിശാലമായ ഭൂമിയെയും അവർ പരിപോഷിപ്പിച്ചു കൊണ്ടുവന്നു. വിവിധ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പഴങ്ങളും കായ്കളും തോട്ടങ്ങളും എല്ലാം വളരെയധികം സമ്പുഷ്ടമായി തന്നെ നിലനിർത്തി കൊണ്ടുവന്നു.
അതുപോലെ മാംസവും മത്സ്യവും വളരെയധികം വിലമതിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ദരിദ്രർക്ക് പോലും അരുവികളിൽ നിന്നും മറ്റും മത്സ്യങ്ങൾ ശേഖരിക്കാനുള്ള ഒരു അവസരവും ഇവിടെ ലഭിക്കുമായിരുന്നു. ദെൻ ബാബിലോണിയയിലെ നിവാസികളും അതുപോലെ ഖനനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് ചെമ്പ്, ഈയം, ഇരുമ്പ്, അതുപോലെ വെള്ളി, സ്വർണം തുടങ്ങിയ ലോഹങ്ങളെല്ലാം അവര് വേർതിരിച്ചെടുത്തു. പിന്നെ ലോഹങ്ങളെ കൊണ്ട് കല്ലുപകരണങ്ങളും അതുപോലെ ഉപയോഗിച്ചിരുന്നത് വെങ്കലത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ വളരെയധികം ഒരു മാറ്റം തന്നെ ആ ഒരു ആയുധങ്ങളിലും മറ്റിലൊക്കെ ഒരു മാറ്റം. ആദ്യം കല്ലുപകരണങ്ങളാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് വെങ്കല ഉപകരണങ്ങൾ, പലതരത്തിലുള്ള ലോഹങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി അവരുടെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. ദെൻ ബാബിലോണിയക്കാര് പരുത്തിയും കമ്പിളിയും ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതും അത് നെയ്തെടുക്കുന്നതിൽ കൂടുതൽ വൈദഗ്ധ്യം നേടിയവരുമായിരുന്നു. ദെൻ ബാബിലോണിയയിലെ കെട്ടിടങ്ങൾ മിക്കവാറും കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയതോ ആയിരുന്നു. എന്നിട്ട് വൈക്കോൽ ഉണക്കിയ ഇഷ്ടികൾ പരസ്പരം ചേർത്ത് വെച്ചാണ് അവര് അടുപ്പുകളും മറ്റുമെല്ലാം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഹമ്മുറാബിയുടെ കാലത്താണ് കരകൗശല വിദഗ്ധരും യജമാനന്മാരുടെയും ആ ഒരു വേർതിരിവായിട്ട് ഗിൽഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഞാൻ കഴുതകൾ ഭരിക്കുന്ന ചക്രവണ്ടികളെക്കാൾ പ്രാദേശിക ഗതാഗതമായിരുന്നു ഈ കാലത്ത് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. ബാബിലോണിയൻ രേഖകളിൽ കുതിരകളെ കുറിച്ചുള്ള പരാമർശങ്ങളും കാര്യങ്ങളും പറയുന്നുമുണ്ട്. ഇതാണ് ഇവരുടെ എക്കോണമി, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിൽ മെച്ചപ്പെട്ടു വന്നതും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളായിരുന്നു അവരെ നിലനിർത്തി കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത്. അവരുടെ ഏതൊരു എംപയറിലും മതത്തിന് അത്രത്തോളം പ്രാധാന്യം പറയുന്നുണ്ട്. ദെൻ ബാബിലോണിയയിലെ രാജാവ് പൊതുവെ നഗര ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത്. പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായോ ദൈവത്തിന്റെ പേരിൽ നികുതി പിരിച്ചെടുക്കുകയും അത് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തു. രാജാവ് ഒരു പുരോഹിതന്റെ വേഷം ധരിക്കും. ഇത് സഭയുടെയും അതുപോലെ ഭരണകൂടത്തിന്റെയും ഐക്യത്തെ പ്രീതിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഒരു പുരോഹിത ഉത്ഭവത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നായിരുന്നു. ദെൻ ക്ഷേത്രത്തിലെ സമ്പത്ത് പൂജാരികൾക്ക് നേരിട്ട് വിനിയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. ബാബിലോണിയൻ ദേശത്ത് അനേകം ദൈവങ്ങളെ, അതായത് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഓരോ പട്ടണത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രക്ഷാധികാരിയും ഉണ്ടായിരുന്നു. ദെൻ ഓരോരുത്തർക്കും അനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവം, അദ്ദേഹം ചലിക്കാത്ത ആകാശം ആ ഒരു പേരിലാണ് എന്ന് അറിയപ്പെടുന്നത്. ഷമാസ് എന്ന് പറഞ്ഞ സൂര്യൻ, നന്നാർ എന്ന് പറഞ്ഞ ചന്ദ്രൻ, ബെൽ എന്നിവയുള്ള ബാബിലോണിയയിലെ പയക്കം ചെന്ന ഓരോ ദേവന്മാരുടെ പേരാണ്. അപ്പൊ ഓരോന്നിനെയും അവര് ആരാധിക്കുന്നത് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചിലത് കൃഷിയിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ ദൈവങ്ങളെയും ആരാധിക്കുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ദെൻ ഭക്ഷണപാനീയങ്ങളും വഴിപാടുകളും സാധാരണയായിട്ട് ദേവന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാബിലോണിയയിലെ ബലിപീഠങ്ങള് പതിവായിട്ട് ഉണ്ടാവുകയും യാഗങ്ങളും മറ്റും നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ബാബിലോണിയയിലെ സ്ത്രീകളെ കുറിച്ചാണ്. പുരുഷന്മാരെ പോലെ തന്നെ അവകാശങ്ങളുള്ള ഒരു വിഭാഗം ആയിരുന്നു സ്ത്രീകൾ എന്ന് പറയുന്നത്. പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പുരുഷന്മാരെ പോലെ സ്വത്ത് സ്വന്തമാക്കാനും അതുപോലെ തന്നെ വരുമാനം ആസ്വദിക്കാനും അവർക്ക് അവകാശമുണ്ടായിരുന്നു. ചില സ്ത്രീകൾക്ക് കടകളിൽ വാണിജ്യത്തിലും മറ്റും സജീവമായിട്ട് പങ്കെടുക്കാനും വിദ്യാഭ്യാസം നേടാനും അതുപോലെ സമൂഹങ്ങളിൽ ഉയർന്ന സ്ഥാനം വഹിക്കാനുമുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. പക്ഷെ താഴ്ന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ അമ്മമാരായിട്ടും അതുപോലെ പാചകക്കാരുമായിട്ടാണ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ബാബിലോണിയയിലെ ചില സ്ത്രീകൾക്ക് ക്ഷേത്ര പരിസരത്ത് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് വിവാഹത്തിന് മുമ്പുള്ള അനുഭവം നേടാൻ അവരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. നിയമപരമായിട്ടുള്ള വിവാഹങ്ങൾ എപ്പോഴും മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി മാത്രമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ കാലത്തെ റൈറ്റിംഗ്സുകളാണ്. ബാബിലോണിയക്കാര് ഒരു സ്റ്റൈലറ്റ് ഉപയോഗിച്ച് നനഞ്ഞ കളിമൺ ഫലകങ്ങളിലാണ് അവർ വാചകങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുളികകൾ പോലെയുള്ള ആ സംഭവങ്ങൾ അവർ ചുട്ടു പഴിപ്പിച്ചെടുത്ത് ഇഷ്ടിക പോലെയുള്ള കയ്യെഴുത്തു പ്രതിമകളാക്കി അല്ലെങ്കിൽ കയ്യെഴുത്തു പ്രതികളാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുളികകൾ ജാറുകളിലും മറ്റും സൂക്ഷിക്കുകയും അതുപോലെ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും നിരവധി ലൈബ്രറികളിലുമായിട്ട് ക്രമീകരിക്കുകയുമാണ് അവരിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കളിമണ്ണിലായിരുന്നു അവരുടെ ഓരോ റൈറ്റിംഗ്സുകളും എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ അവരുടെ ആർട്ട്, കലാപരമായിട്ടുള്ള സൃഷ്ടികൾ എന്ന് പറയുന്നത് ബാബിലോണിയക്കാര് ഒരുപാട് കലാപരമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയിട്ടുള്ള വ്യക്തികളായിരുന്നു. ഗ്ലേഡ്സ് അതുപോലെ
ടൈലുകൾ, തിളങ്ങുന്ന രത്നക്കല്ലുകൾ, സങ്കീർണമായി നിർമ്മിച്ച വെങ്കലം, ഇരുമ്പ്, വെള്ളി, സ്വർണ്ണ വസ്തുക്കൾ, അല്ലെങ്കിൽ അതില് എംബ്രോയിഡറികൾ, അതുപോലെ മൃദുവായിട്ടുള്ള പരവതാനികള്, സമൃദ്ധമായിട്ട് ചായം പൂശിയ വസ്ത്രങ്ങള്, ആഡംബരമായിട്ടുള്ള ടേപ്സ്ട്രികളൊക്കെ അവര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും രൂപത്തെ എന്താണ് അവർക്ക് വ്യക്തമായിട്ട് കൊത്തുപണികൾ അറിയാം എന്നുള്ളതിന്റെ തെളിവുകളായിരുന്നു. ദെൻ ബാബിലോണിയക്കാര് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഉണങ്ങിയ ചെളി ഉപയോഗിച്ചിട്ടായിരുന്നു. അത് അല്ലെങ്കിൽ സമ്പന്നരാണെങ്കിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടായിരുന്നു വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീടുകളുടെ വാതിലുകളും ജനലുകളും തുറന്നത് അകത്തെ മുറ്റത്ത്, പുറത്തേക്കല്ല അകത്തേക്കായിരുന്നു ജനാലകൾ തുറന്നിട്ടുണ്ടായിരുന്നത്. അത് സൂര്യനിൽ നിന്നും ഒരു തണലായിട്ട് എന്നതിനാണ് അവർ അകത്തേക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ദെൻ കെട്ടിടത്തിന് അകത്തും പുറത്തുമുള്ള അലങ്കാര ഘടകങ്ങളും അതുപോലെ മഞ്ഞ, നീല, ചുവപ്പ് തുടങ്ങിയിട്ടുള്ള നിറങ്ങളിലായിട്ടുള്ള പല ഇഷ്ടിക പ്രതലങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ദെൻ അന്നത്തെ കാലത്ത് വളർന്നു വന്നിട്ടുള്ള അവിടെ ശാസ്ത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അഥവാ സയൻസ്, അതിൽ ഏറ്റവും ആദ്യത്താണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. അവർ ഈ ഒരു കാലത്ത് എന്താണ് ഒരു വൃത്തത്തെ 360 ഡിഗ്രി ആയിട്ട് അവര് മാറ്റിയെടുത്തു. അതായത് വർഷത്തെ 360 ദിവസങ്ങളായിട്ട് അവര് വിഭജിച്ചു. അപ്പൊ ഈ ഒരു അടിത്തറയെ അടിസ്ഥാനമാക്കിയിട്ട് അവർ 60 ഉപയോഗിച്ച് എന്താണ് കണക്കുകൂട്ടൽ സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുത്തു. അതായത് 12 അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടൽ സംവിധാനങ്ങളും ഇതോടുകൂടൊപ്പം അവരെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നായിരുന്നു. ദെൻ ഗുണനവും ഹരിക്കലും മാത്രമല്ല സംഖ്യകളുടെ പകുതി, അതുപോലെ ക്വാർട്ടറുകൾ കാണുക, ചതുരങ്ങള്, ക്യൂബുകൾ എന്നിവ പട്ടികകൾ ഉപയോഗിച്ച് കണക്ക് കൂട്ടാൻ അവർ എളുപ്പമാക്കി ഉണ്ടാക്കിയെടുത്തു. ദെൻ ജ്യോതിശാസ്ത്രത്തിലും ബാബിലോണിയക്കാര് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് അത് യാത്രകൾ പോകുന്ന ആളുകൾക്ക് കപ്പലുകളുടെ ദിശ മനസ്സിലാക്കാനും മറ്റും ഈ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം അവരെ സഹായകമാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ചന്ദ്രമാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അവർ വർഷങ്ങളെ വിഭജിച്ചു. ബാബിലോണിയക്കാർ വർഷത്തെ 12 ചന്ദ്രമാസങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. 6 മാസങ്ങളിൽ 30 ദിവസങ്ങളും മറ്റ് 6 മാസത്തിൽ 29 ദിവസങ്ങളുമായിട്ട് ആകെ 354 ദിവസങ്ങളാണെന്ന് അവർ കണക്കാക്കി. ഇടയ്ക്കിടെ കലണ്ടറിലെ ഋതുക്കളുമായിട്ട് ഒത്തുപോകാൻ വേണ്ടി അവർ 13ാമത്തെ ഒരു മാസം കൂടെ അവർ കൂട്ടിച്ചേർത്തു. ചന്ദ്രന്റെ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ മാസത്തെയും 4 ആഴ്ചകളായിട്ട് തിരിച്ചു. മാസത്തിൽ 5 ദിവസങ്ങളുള്ള 6 ആഴ്ചകളായിട്ടാണ് അവർ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ചന്ദ്രഘട്ടങ്ങളൊക്കെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിട്ട് മാറിത്തീർന്നു എന്നുള്ളതും നമുക്ക് തെളിവുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ദിവസങ്ങളെ 12 മണിക്കൂറുകളായിട്ട് വിഭജിച്ചു. ഓരോ മണിക്കൂറും 30 മിനിറ്റുകളായിട്ടും അവർ മാറ്റി. ഇതായിരുന്നു അവരുടെ ശാസ്ത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ ബാബിലോൺ എംപയറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് അസീറിയൻ എംപയർ. ബാബിലോണിയെ പോലെ തന്നെ മെസപ്പൊട്ടോമിയൻ നാഗരികതയിലെ പ്രമുഖ നഗരങ്ങളിൽ ഒന്നായിരുന്നു അസീറിയ എന്ന് പറയുന്നത്. അസീറിയൻ സാമ്രാജ്യം ഒരു മെസപ്പൊട്ടോമിയൻ രാജ്യവും പുരാതന നിയർ ഈസ്റ്റിലെ ഒരു സാമ്രാജ്യവുമായിരുന്നു. അതുപോലെ മെസപ്പൊട്ടോമിയയുടെ വടക്കു ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വിപുലമായിട്ടുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നത് 3 കാലയളവാണ് ഇതിൽ പറയുന്നത്. ആദ്യകാലം, അതുപോലെ പഴയ അസീറിയൻ സാമ്രാജ്യം, മിഡിൽ അസീറിയൻ സാമ്രാജ്യം, അതുപോലെ നിയോ അസീറിയൻ സാമ്രാജ്യം, 4 എണ്ണമാണ് ഉള്ളത്. അപ്പം 4 കാലയളവാണ് അസീറിയൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ദി എംപയർ. സെമിറ്റിക് സംസാരിക്കുന്ന രാജ്യമാണ് അസീറിയ എന്ന് പറയുന്നത്. ഇന്നത്തെ വടക്കൻ ഇറാഖിലാണ് ഏതാണ്ട് അസീറിയ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. തെക്കൻ കിഴക്കൻ തുർക്കി, അതുപോലെ വടക്കു കിഴക്കൻ സിറിയ എന്നിവയുമായി യോജിപ്പിക്കുന്ന മെസപ്പൊട്ടോമിയയിലെ ടൈഗ്രിസ് നദിയെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു എംപയർ നിലനിന്നിട്ടുണ്ടായിരുന്നത്. BC 7-ാം നൂറ്റാണ്ടിലെ അവസാനത്തിന് ശേഷമാണ് നിയോ അസീറിയൻ രാഷ്ട്രം രൂപം കൊണ്ടതും. അതുപോലെ CE 7-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അസീറിയക്ക് ഒരു ജിയോ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാത്രമേ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. BC 620 മുതൽ 549 വരെയുള്ള മീഡിയൻ സാമ്രാജ്യം, അതുപോലെ BC 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മാസിഡോണിയൻ സാമ്രാജ്യം, BC 550 മുതൽ 330 വരെ അക്യുമെനിഡ് സാമ്രാജ്യം, BC 247 മുതൽ 224 വരെ പാർത്തിയൻ സാമ്രാജ്യം എന്നിവ ഉൾപ്പെടെ വിവിധ സാമ്രാജ്യങ്ങളുമായിട്ട് തുടർച്ചയായിട്ടുള്ള ആധിപത്യം അസീറിയൻ പ്രദേശം അനുഭവിച്ചു വന്നിട്ടുണ്ടായിരുന്നു. 312 മുതൽ 63 വരെ സെലൂസിഡ് സാമ്രാജ്യം, 224 മുതൽ 651 വരെ സാസാനിയൻ സാമ്രാജ്യം, 116 മുതൽ 118 വരെ റോമൻ സാമ്രാജ്യം,
ഒടുവിൽ 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് അറബ് ഇസ്ലാമിക അധിനിവേശമായ അസീറിയയെ ഒരൊറ്റ അസ്തിത്വമായിട്ട് പിരിച്ചു വിട്ടത്. ദെൻ 312 മുതൽ 63 വരെ സലൂസിഡ് സാമ്രാജ്യം, 224 മുതൽ 651 വരെ സാസാനിയൻ സാമ്രാജ്യം, 116 മുതൽ 118 വരെ റോമൻ സാമ്രാജ്യം. ഒടുവിൽ 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നടന്ന അറബ് ഇസ്ലാമിക അധിനിവേശം അസീറിയയെ ഒരു ഒറ്റ അസ്തിത്വമായിട്ട് മാറ്റി എന്ന് പറയാം. ദെൻ അസീറിയൻ സാമ്രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത്, ആദ്യകാല രാജാക്കന്മാര് കൂടാരങ്ങളിൽ താമസിച്ചിരുന്നു. അവരെന്താ ഒരു സ്വതന്ത്ര അർദ്ധനാടോടികളായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു. കാലക്രമേണ ഈ രാജാക്കന്മാര് പൂർണ്ണമായ നഗരവൽക്കരണത്തിന് വിധേയരാവുകയും BCE 2-ാം സഹസ്രാബ്ദത്തോടു കൂടി മധ്യത്തിൽ അസൂർ നഗര സ്ഥാപനം എന്ന ഒരു അസൂർ എന്നുള്ള ഒരു സംസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു. അക്കാഡിയൻ സംസാരിക്കുന്ന എല്ലാ മെസൊപ്പൊട്ടോമിയക്കാരെയും പോലെ അസീറിയക്കാരും അക്കാദിനെയായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേറെ മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയമായപ്പോഴേക്കും അസീറിയ ഏഷ്യ മൈനർ പ്രദേശങ്ങളിൽ വ്യാപാരബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അസീറിയൻ വ്യാപാരികൾ മെസപ്പൊട്ടോമിയയിൽ ക്യൂണിഫോം ലിപിയുടെ രൂപത്തിലുള്ള എഴുത്തിന്റെ ഉപയോഗം ലെവന്റിലേക്കും അതുപോലെ ഏഷ്യ മൈനറിലേക്കും വ്യാപിപ്പിച്ചു. അസീറിയക്കാരുടെ ചരിത്രം എപ്പോഴും 4 ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പഴയ അസീറിയൻ കാലഘട്ടം, ആദ്യ അസീറിയൻ കാലഘട്ടം, മധ്യ അസീറിയൻ കാലഘട്ടം, അതുപോലെ പുതിയ അസീറിയൻ കാലഘട്ടം എന്ന് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കൂടുതൽ ഓരോരോ മേഖല കഴിയുന്തോറും അസീറിയ എന്നത് ശക്തവും സുരക്ഷിതമായിട്ടുള്ള ഒരു എംപയർ ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും BC 16-ാം നൂറ്റാണ്ടിലെ ഹൂറി മിദാനി സാമ്രാജ്യത്തിന്റെ ആവിർഭാവത്തോടു കൂടി BC 1450 മുതൽ 1393 വരെ അസീറിയ സാമ്രാജ്യം അല്ലെങ്കിൽ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തകർച്ച ആരംഭിച്ചു. വടക്ക് നിന്ന് അനറ്റോലിയയിലേക്ക് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിച്ചു. പ്രാദേശിക ജനതയെ കീഴടക്കി ഒരു ഭരണവർഗം അവര് രൂപീകരിക്കുകയും ചെയ്തു. അസീറിയൻ രാജവംശയെ അതിജീവിച്ചെങ്കിൽ പോലും ഹൂറി മിദാനി സാമ്രാജ്യത്തിന്റെ ആഘാതം വളരെ കാലത്തിലേക്ക് നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വെങ്കലയുഗത്തിന്റെ അവസാനത്തിൽ മറ്റു സാമ്രാജ്യങ്ങളെ പോലെ അസീറിയയും ജനങ്ങളുടെ ബഹുജന മുന്നേറ്റം കാരണം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും മറ്റു മേഖലകളെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അസീറിയ കൂടുതൽ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടുത്തെ ഗവൺമെന്റ് ആണ് പറയുന്നത്. അസീറിയൻ ചരിത്രത്തിലെ ആദ്യ പ്രമുഖ വ്യക്തിയായിരുന്നു ടിഗ്ലത് പിലേസർ ഒന്നാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം അസീറിയൻ ചരിത്രത്തിൽ ഏറ്റവും പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒരു ഭരണ കാലഘട്ടം തന്നെയായിരുന്നു. പിന്നെ അഷുർ നാസിർ പാൽ രണ്ടാമൻ, ഷാൽ മനീസർ മൂന്നാമൻ, സമ്മുരാമത്ത്, തിഗ്ലത് പിലേസർ മൂന്നാമൻ, സർഗോൻ രണ്ടാമൻ, സൻഹേരിബ്, എസർഹോദൻ, അതുപോലെ അഷൂർ ബാൻസിൽപാൽ എന്നിവയൊക്കെ അസീറിയൻ സാമ്രാജ്യത്തിന്റെ പ്രധാന ഭരണാധികാരികളിൽ പെട്ടവരായിരുന്നു. രാജാക്കന്മാർ പലപ്പോഴും ദൈവന്മാരെ അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സൂര്യദേവനായിട്ടുള്ള ഷമാസ് രാജാവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ ദേവനായിരുന്നു. ദെൻ സൈന്യത്തിന്റെ ദേശസാൽക്കരണത്തിന് വേണ്ടിയിട്ട് എപ്പോഴും സർക്കാരുമായിട്ട് പങ്കുവഹിച്ചുകൊണ്ട് ഒരു സൈന്യം നിലനിന്നു പോന്നിട്ടുണ്ടായിരുന്നു. അസീറിയൻ സൈന്യത്തിന്റെ രഥങ്ങളും കുതിരപ്പടയും അതുപോലെ കാലാൾപ്പടയും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രധാന ആയുധങ്ങളിലെ അമ്പുകൾ, കുന്തങ്ങൾ, അതുപോലെ ഗദകൾ, കവിണകൾ, യുദ്ധ കോടാലികൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെയൊക്കെ പിന്തുണക്കാനും മറ്റും പല യുദ്ധങ്ങൾക്കും നിർണായകമായിട്ട് ഇതെല്ലാം അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അസീറിയയിൽ എപ്പോഴുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കഠിനമായിരുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറ്റവും പേര് കേട്ടിട്ടുള്ള ഒരു ശിക്ഷാ നിയമവാലി തന്നെയായിരുന്നു അസീറിയയിൽ ഉണ്ടായിരുന്നത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നിയമാവലി ആയിട്ടായിരുന്നു ഇതിനെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പൊതുപ്രദർശനം, അതുപോലെ നിർബന്ധിത ജോലി, 20 മുതൽ 100 ചാട്ടവാറടികള്, മൂക്കും ചെവിയും വെട്ടൽ, അതുപോലെ നാക്ക് വലിക്കൽ, കണ്ണ് വെട്ടിക്കൽ, ശൂലം മുറിക്കൽ, അതുപോലെ ശിരച്ഛേദം തുടങ്ങിയ ശിക്ഷകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വ്യഭിചാരം, ബലാത്സംഗം, ചിലതരം മോഷണങ്ങൾ എന്നിവയ്ക്ക് വധശിക്ഷ വരെയുള്ള കുറ്റകൃത്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളായിരുന്നു അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ബാബിലോണിയൻ കോഡ് ഓഫ് ഹമ്മുറാബിയിൽ, അത് ഹമ്മുറാബിയുടെ ചില കോഡുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സാധാരണയായിട്ട് അസീറിയൻ നിയമം എന്ന് പറയുന്നത് മതേതരത്വവും അതുപോലെ പ്രാകൃതവുമാണെന്ന് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് രാജാവിന് എല്ലാത്തിന്റെ മേലൊരു ഉറച്ച ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതുപോലെ അസൂറിലെ മഹാപുരോഹിതരായിട്ടും ഇവര് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു.
അതുപോലെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അസീറിയൻ സമൂഹത്തിൽ എന്താണ് പുരോഹിതന്മാർക്ക് കാര്യമായിട്ടുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർക്ക് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന തരത്തിലുള്ള അധികാരമുള്ള ഒരു വിഭാഗം തന്നെയായിരുന്നു. അവരുടെ പ്രാധാന്യം ഊന്നി പറയുന്ന പല രേഖകളും കത്തുകളും എന്താണ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്വതന്ത്രരായ പുരുഷ പൗരന്മാരും എന്താണ് സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇതിന് ഇൽക്കു സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. അയൽ സമൂഹങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് സ്ത്രീകൾക്ക് താഴ്ന്ന സാമൂഹിക സ്ഥാനം ഉണ്ടെന്നാണ് ഈ ഒരു കോഡിൽ പറയുന്നത്. അസീറിയൻ സമൂഹത്തിലെ ഭാര്യമാർ മൂടുപടങ്ങളില്ലാതെ പൊതുസ്ഥലങ്ങളിൽ പോകാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്നെ വേശ്യാവൃത്തി എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെട്ട ഒന്നാണെങ്കിൽ കൂടെ അതുപോലെ ഗർഭചിത്രം വധശിക്ഷക്ക് വിധിക്കുന്ന ഒരു കുറ്റവുമായിരുന്നു. നഷ്ടപരിഹാരം കൂടാതെ പുരുഷന്മാർക്ക് സ്ത്രീകളെ ഒഴിവാക്കാനുള്ള അവകാശം വിവാഹമോചനം ചെയ്യാവുന്നതാണ്. അതുപോലെ പൊതുവെ പ്രദേശത്തുള്ള മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അസീറിയക്കാർക്ക് കഠിന നിയമങ്ങളായിരുന്നു എന്ന് തന്നെ വേണം പറയാം. അസീറിയയുടെ തെക്ക് ഭാഗം കൂടുതൽ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഫോക്കസ് ചെയ്തിട്ടുള്ളതെങ്കിൽ വടക്ക് ഭാഗം ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചറിലായിരുന്നു. സമ്പന്നമായിട്ടുള്ള വ്യക്തികൾ പലപ്പോഴും വലിയ എസ്റ്റേറ്റുകളിൽ സജീവമായിട്ട് കൈകാര്യം ചെയ്യുകയും ആ എസ്റ്റേറ്റിന്റെ ഭൂ ഉടമകളായിട്ട് നിലകൊള്ളുകയും ചെയ്തു. ബാബിലോണിയൻ സാമ്രാജ്യം സമാനമായിട്ട് അസീറിയ കൃഷിക്ക് ജലസേചനം പോലെയുള്ള രീതികളെ കൂടുതലായിട്ട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇരുമ്പ് വ്യവസായത്തിനും ആയുധങ്ങൾക്കുമുള്ള പ്രാഥമിക ലോഹമായിട്ട് വെങ്കലത്തെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. തലസ്ഥാനമായിട്ടുള്ള നിനേവയിൽ സുസജ്ജമായിട്ടുള്ള വീടുകളും മറ്റും ഇവർക്കുണ്ടായിരുന്നു. മെറ്റൽ, കാസ്റ്റിംഗ്, ഗ്ലാസ്, അതുപോലെ തുണി കൊണ്ടുള്ള ചായം, മൺപാത്രങ്ങളുടെ ഇനാമൽ എന്നിവ ഉൾപ്പെടെ വിവിധ വ്യവസായങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വന്നു. അതുപോലെ വായ്പകളും മറ്റും ഇവർ നൽകുന്നുണ്ടായിരുന്നു. 25% പലിശക്കായിരുന്നു അവര് സ്വകാര്യ ബാങ്കർമാര് വ്യവസായത്തിനായിട്ടുള്ള പലിശയോട് കൂടിയിട്ടുള്ള ഒരു ധനസഹായം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈയം, ചെമ്പ്, വെള്ളി, സ്വർണം എന്നിവ നാണയങ്ങളായിട്ട് വർത്തിച്ചിട്ടുണ്ടായിരുന്നു. അക്കാഡിയൻ, അസീറിയൻ, ഹിറ്റൈറ്റ് ഭാഷകളിലുള്ള മിശ്രിതമായിട്ടുള്ള ഒരു ഭാഷയായിരുന്നു ഈ സാമ്രാജ്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. നിയോ അസീറിയൻ കാലഘട്ടത്തിലെ അരാമിക് ഭാഷ പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു. അസീറിയൻ സമൂഹം ആളുകളെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു. അതിൽ പ്രഭുക്കന്മാര്, കരകൗശല വിദഗ്ധര് അല്ലെങ്കിൽ ഗിൽഡുകളിൽ സംഘടിപ്പിക്കപ്പെട്ട കരകൗശല വിദഗ്ധർ, പട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും വൈദഗ്ധ്യമില്ലാത്ത സ്വതന്ത്ര തൊഴിലാളികളും കർഷകരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശത്രുക്കളോടുള്ള യുദ്ധസമാനവും കരുണയും ഇല്ലാത്ത ഒരു സ്വഭാവത്തിന് പേര് കേട്ട ഒരു രാജ്യം ഒരു ദേവനായിരുന്നു, അല്ലെങ്കിൽ സൗരദേവനായിരുന്നു അശൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ദേവാലയത്തിന് മുമ്പിൽ തടവുകാരെ വധിക്കുന്നതിന് അദ്ദേഹം ദൈവസംതൃപ്തി നേടിയ ഒരാളായിരുന്നു. അസീറിയൻ മതത്തിന്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് ദേശസ്നേഹം വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇനി ഇവരുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പറയുന്നത് അവര് വളരെയധികം കൊത്തുപണികളിലും മറ്റും ഏറ്റവും മനോഹരമായിട്ടുള്ള ശില്പങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുള്ള ഒരു ആളുകളായിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് അവിടെ ബലാവത്തിലുള്ള വലിയ കവാടത്തില് അവര് മരങ്ങൾ കൊണ്ടും മറ്റും നിർമ്മിച്ചിട്ടുള്ള കൊത്തുപണികളും സ്വർണം, വെള്ളി, വെങ്കലം തുടങ്ങിയ വിലയേറിയ കല്ലുകളും ലോഹങ്ങളും കൊണ്ട് അലങ്കരിച്ച ഫർണിച്ചറുകളുമാണ്. നേർത്ത ഗ്ലേസിന് കീഴിൽ തിളങ്ങുന്ന നിറങ്ങളിലുള്ള ടെമ്പറ പോയിന്റുകളിലെ പെയിന്റിങ്ങുകൾ അസീറിയയുടെ സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കലകളെ സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു. സർഗോൺ രണ്ടാമൻ, സൻഹേരിബ്, എസർഹദോൻ, അശുർബാനിപ്പാൽ തുടങ്ങിയ ഭരണാധികാരികൾക്ക് കലയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഭരണാധികാരികളായിരുന്നു. അതുപോലെ അത് സംരക്ഷിച്ച് കൊണ്ടുപോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. Then the declare of Assyrian Empire. BC 627 അശുർബാനിപ്പാൽ മരിച്ചു. ഇദ്ദേഹം ഈ ഒരു സംഭവം സാമ്രാജ്യത്തിന്റെ വികസനത്തിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. 3 എതിരാളികളെ രാജാക്കന്മാർക്കിടയിൽ ആഭ്യന്തര യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. ആഭ്യന്തര സംഘടനകൾ മുതലെടുത്ത് സിമേറിയക്കാരും സിദിയക്കാരും അസീറിയക്കെതിരെ യുദ്ധം ചെയ്തു. BC 614 കൂടി മേദിയർ തങ്ങളുടെ അധികാരം നിലനിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ശത്രു സൈന്യം വലിയ ആക്രമണം തന്നെ അസീറിയൻ സാമ്രാജ്യത്തിനെതിരെ നയിച്ചു. അതോടുകൂടി ഫൈനലി അസീറിയൻ സാമ്രാജ്യം അന്തിമമായിട്ട് പരാജയത്തിന് കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത എംപയർ എന്ന് പറയുന്നത് പേർഷ്യൻ എംപയർ ആണ്. അക്കീമിനിഡുകളുടെ പൂർവ്വ മാതൃരാജ്യമായിട്ടുള്ള അതുപോലെ ഗ്രീക്കുകാർ പാർസയെ
പേർസിസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. തൽഫലമായിട്ട് എന്താ അവരുടെ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടു. പേർഷ്യ ഇറാഖിന്റെ ഒരു പര്യായമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 50 വർഷത്തിലേറെയായി പേർഷ്യൻ സാമ്രാജ്യം ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രാദേശിക വികാസത്തിന് ഏകീകരണമായിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടെ ആയിരുന്നു. അവരിൽ ഏറ്റവും മഹാനായിട്ടുള്ള സൈറസും ഡാരിയസ് ഒന്നാമനും സാമ്രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായകമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തികളായിരുന്നു. ദെൻ അവരുടെ സംഭാവനകളെ സാമ്രാജ്യത്തിന് കൂടുതൽ രൂപപ്പെടുത്തുകയും നല്ലൊരു മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ് സിറസ് എന്ന് പറയുന്നത്. സൈറസ് അസ്റ്റീജിനെതിരെ മഹാനായ സൈറസിന്റെ വിജയം മീഡിയൻ പേർഷ്യൻ ഗോത്രങ്ങളുടെ സംയോജനത്തിലേക്ക് നയിച്ചു. സൈറസ് സമർത്ഥനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. 2 ഗോത്ര കോൺഫെഡറൻസികളെ അദ്ദേഹം സമന്വയിപ്പിച്ചു. പുതുതായി രൂപീകരിച്ച അക്കീമനൈഡ് സംസ്ഥാനങ്ങൾക്കുള്ളിൽ രാഷ്ട്രത്തിന്റെ അധികാരം നിലനിർത്താൻ മേദികളെ അനുവദിക്കുകയും ചെയ്തു. കാലക്രമേണ പേർഷ്യൻ സ്വാധീനം എല്ലായിടത്തും വർദ്ധിച്ചു. കൂടുതൽ കേന്ദ്രീകൃതവും അതുപോലെ ഭരണകൂടം കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു രാജവാഴ്ചയും പിന്നീട് കാഴ്ചവെക്കാൻ ഇത് സഹായകമായി. ഒരു സ്ഥിരത, ഈ സാമ്രാജ്യം ഒരു സ്ഥിരത ഉറപ്പാക്കിയതോട് കൂടി സൈറസ് ഒരു അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ഭരണാധികാരിയായിട്ട് മാറുകയും അതിമനോഹരമായിട്ടുള്ള ഒരു വിപുലീകരണ ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു. സൈറസിന്റെ പ്രാരംഭ ശ്രദ്ധ എന്ന് പറയുന്നത് അനറ്റോലിയ ആയിരുന്നു. അവിടെ ക്രോയസിന്റെ കീഴില് ലിദിയ ആധിപത്യം അദ്ദേഹം പുലർത്തി. നേരിട്ടുള്ള ആക്രമണത്തിലൂടെ സൈറസ് ലിദിയയെ പടിഞ്ഞാറൻ അനറ്റോലിയുമായിട്ടും അക്കീമനൈഡ് സാമ്രാജ്യത്തോടും കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് അനറ്റോലിയൻ തീരത്തെ ലോനിയൻ സാമ്രാജ്യത്തോടും അല്ലെങ്കിൽ സംസ്ഥാനത്തിനോടും അക്കീമനൈഡിന്റെ നിയന്ത്രണത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അക്കീമനൈഡിന്റെ വികാസത്തോടു കൂടി അടുത്ത ഘട്ടം മെസപ്പൊട്ടോമിയയെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന നിയോ ബാബിലോണിയൻ സാമ്രാജ്യത്തെയും അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. 539 സൈറസ് ബാബിലോൺ പിടിച്ചെടുത്തു. തന്റെ നീതിയും സഹിഷ്ണുതയുമുള്ള ഭരണത്തിന് പേര് കേട്ട സൈറസ് നാടുകടത്തപ്പെട്ട യഹൂദന്മാരെ തിരിച്ചവരുടെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ബാബിലോണിയൻ പാരമ്പര്യങ്ങളെ അദ്ദേഹം ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിറിയ, ഫലസ്തീൻ, അതുപോലെ മെസപ്പൊട്ടോമിയ, ബാബിലോണിയൻ പ്രദേശങ്ങൾ അദ്ദേഹം സംയോജിപ്പിച്ച് രാഷ്ട്രീയ കേന്ദ്രം മെസപ്പൊട്ടോമിയയിൽ നിന്നും ഇറാഖിലേക്ക് മാറ്റുകയും ചെയ്തു. അടുത്ത ആളാണ് കാംബിസസ്. മഹാനായ സൈറസിന്റെ പുത്രനായിരുന്നു കാംബിസസ് എന്ന് പറയുന്നത്. പിതാവിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം BC 529 സിംഹാസനത്തിൽ കയറിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭരണം കുറഞ്ഞ കാലഘട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രധാനമായും ഈജിപ്തിലെ സൈനിക പ്രചാരങ്ങളിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. 525 BC കാംബിസസ് അതിവേഗം ഈജിപ്തിനെ കീഴടക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനധികം ആഭ്യന്തര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈജിപ്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാംബിസസ് പരാജയപ്പെട്ട സൈനിക പര്യവേഷണങ്ങൾ നടത്തുന്നതായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെ ജന്മനാട്ടിലെ കലാപങ്ങളാൽ അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടം കൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ നീണ്ട അഭാവവും അതുപോലെ സൈനിക പരാജയങ്ങളെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകളും കാണാൻ സാധിക്കുന്നതാണ്. കാംബിസസിന്റെ മരണശേഷം അക്കീമനൈഡുകളുടെ മറ്റൊരു ശാഖ അധികാരം പിടിച്ചെടുത്തു. എന്നിരുന്നാലും പിന്തുടർച്ചാ സമരത്തെ കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് തെളിവുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. ഡാരിയസ് ഒന്നാമന്റെ നേതൃത്വത്തിൽ 7 പ്രഭുക്കന്മാരുടെ ഗൂഢാലോചന എന്നറിയപ്പെടുന്ന പ്രമുഖ അക്കീമനൈഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഡാരിയസ് 522 അക്കീമനൈഡ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് മാറി. അപ്പൊ അടുത്ത ആളാണ് ഡാരിയസ് ഒന്നാമൻ എന്ന് പറയുന്നത്. BC 522 മുതൽ 486 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഡാരിയസ് ഒന്നാമൻ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ മുൻഗാമികളെ ഏറ്റെടുത്ത വിശാല പ്രദേശങ്ങളെ സംഘടിപ്പിക്കുന്നതിനും സ്ഥിരതപ്പെടുത്തുന്നതിനും പേര് കേട്ടിട്ടുള്ള ഒരാളായിരുന്നു ഡാരിയസ് ഒന്നാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ധാരാളമായിട്ടുള്ള യുദ്ധങ്ങളും മറ്റും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡാരിയസിന്റെ നേതൃത്വത്തിൽ പേർഷ്യൻ സാമ്രാജ്യം കിഴക്കോട്ട് ഹിന്ദുകുഷ് പർവ്വതങ്ങളിലേക്കും പടിഞ്ഞാറോട്ട് വ്യാപിക്കുകയും ചെയ്തു. ഈജിയൻ കടലിന്റെ പ്രധാന ഭാഗത്തുള്ള നിയന്ത്രണങ്ങളും മറ്റും അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാരിയസ് ഗ്രീസിലെ പ്രചാരങ്ങൾ നടത്തിയെങ്കിലും പ്രധാന സംസ്ഥാനങ്ങളെയും മറ്റും ഏകീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തതിൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റീഓർഗനൈസേഷൻ ആണ്. ഡാരിയസ് ഒന്നാമന്
അദ്ദേഹത്തിന് കിട്ടിയ പാരമ്പര്യമായിട്ട് ലഭിച്ച പ്രദേശങ്ങളെ ഏകീകരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏഷ്യ മൈനർ, അർമീനിയ, ഫലസ്തീൻ, സിറിയ, മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, പേർഷ്യ, അറേബ്യ, അഫ്ഗാനിസ്ഥാൻ, തുർക്കിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഏകീകൃത രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഏകീകൃത സ്ഥാപനമായിട്ട് അദ്ദേഹം രാജ്യത്തെ മാറ്റിയെടുത്തു. അക്കീമനിഡ് സാമ്രാജ്യം സ്ട്രാപ്പികൾ എന്നറിയപ്പെടുന്ന പ്രവിശ്യകളായിട്ട് അദ്ദേഹം വിഭജിച്ചു. ഓരോന്നും രാജാവ് നിയമിച്ച സ്ട്രാപ്പുകളാൽ ഭരിക്കപ്പെട്ടു. രാജാവ് നിയമിച്ച സിവിൽ നിയമങ്ങൾ സൈനിക ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിന് വിധേയമായിരുന്നു. അതുപോലെ അവയിൽ വസിക്കുന്ന പ്രബലമായിട്ടുള്ള പല വംശീയ വിഭാഗങ്ങളുടെയും പേരുകൾ എന്താണ് ഈ സ്ട്രാപ്പുകളിൽ വ്യത്യസ്ത അളവുകളിലും അവരുടെ ഭരണ അവകാശങ്ങളും ഇതിൽ ഉണ്ടായിരുന്നു. ദെൻ അലക്സാണ്ടർ ഓഫ് മാസിഡോണിയ കീഴടക്കുമ്പോഴും തുടർന്നുള്ള പിൻഗാമി സംസ്ഥാനങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എന്താ ഒരു ഔപചാരികമായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം പരിഷ്കാരങ്ങളും മറ്റും സഹിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു വിശാലമായിട്ടുള്ള സാമ്രാജ്യം ഫലപ്രദമായിട്ട് ഭരിക്കാൻ ഡാരിയസ് എന്താ ഒരു ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെയും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ സിസ്റ്റം ഓഫ് കോയിനേജ്, ഒരു നാണയ നിർമ്മാണ സംവിധാനം എന്ന് പറയുന്നത് വൈവിധ്യമായിട്ടുള്ള വംശീയവുമായിട്ടുള്ള ഭാഷാപരവുമായിട്ടുള്ള ഗ്രൂപ്പുകളുടെ അക്കീമനിഡ് സാമ്രാജ്യം ഡാരിയസ് ഒന്നാമൻ അവതരിപ്പിച്ച പരിഷ്കാരങ്ങളുടെ ഐക്യം നിലനിർത്തി പോന്നിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് എന്ത് അവിടെ ഏകീകൃതമായിട്ടുള്ള നാണയ സമ്പാദ്യം അല്ലെങ്കിൽ നാണയ സമ്പ്രദായം എന്ന് പറയുന്നത്. അവർക്ക് പല മാനദണ്ഡങ്ങളാക്കിയിട്ടുള്ള തൂക്കങ്ങളും അതുപോലെ അളവുകളും പുതിയ ലിപിയുടെ പ്രോത്സാഹനവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏകീകൃത നാണയത്തിന്റെ ദത്തെടുക്കൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരത്തിനെ പ്രീതിപ്പെടുത്താനും അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സുഗമമാക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡാരിയസ് മൂന്നാമൻ പുതുക്കിയ ഷെക്കലിനെ അടിസ്ഥാനമാക്കിയിട്ട് നാണയങ്ങൾ അച്ചടിച്ചു. അക്കീമനിഡുകളുടെ നാണയ നിർമ്മാണം എന്ന ആശയം എന്താണ് ലിഡിയന്മാരിൽ നിന്നും കടമെടുത്തതാണ് എന്ന് പറയുന്നു. അതുപോലെ അവർ തുടക്കത്തിൽ സ്വർണത്തിന് എന്താണ് ഒരു മൂല്യത്തിന്റെ മാനദണ്ഡമായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ലിഡിയ ബൈമെറ്റാലിക് കറൻസി അവതരിപ്പിച്ചു. അതുപോലെ ഒരു നിശ്ചിത വിനിമയ നിരക്കിൽ എന്താണ് സ്വർണം, വെള്ളി, നാണയങ്ങൾ എന്നിവ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് ഇവരുടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വൈവിധ്യമാർന്നുള്ള ഭാഷാ ഗ്രൂപ്പുകളുള്ള ഒരു വിഭാഗമായിരുന്നു ഇവര്. അതുപോലെ ഫലപ്രദമായിട്ട് അവർക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് അവർ ഭാഷകളെയും മറ്റും ഒരു പൊതുഭാഷ അവർക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഒരു പുതിയ ഭാഷയും മറ്റും തിരഞ്ഞെടുത്തു. അത്തരത്തിലുള്ള ഒരു ഭാഷാ വികാസത്തെ അവരെന്താണ് സജീവമായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്രാജ്യത്തിന്റെ ഏറ്റവും വ്യാപകമായിട്ട് അവർ സംസാരിച്ചിട്ടുള്ള ഒരു ഭാഷയായിരുന്നു അരമായി എന്ന് പറയുന്നത്. അരാമിക് എന്നത് ഇതിനകം എന്താ വടക്കൻ മെസപ്പൊട്ടോമിയയിൽ പ്രചാരം നേടിയിട്ടുള്ള ഒരു ഭാഷയായിരുന്നു. അസീറിയൻ, നിയോ ബാബിലോണിയൻ സാമ്രാജ്യങ്ങളിലൊക്കെ എന്താണ് അരാമായി എന്നുള്ള ഭാഷ വ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അരാമിക് സാധാരണക്കാരുടെ ഒരു ഭാഷയായിട്ടും അതുപോലെ വ്യാപാര ഭാഷയായിട്ടും പെട്ടെന്ന് തന്നെ വളർച്ച പ്രാപിച്ചു. അതുപോലെ അക്യൂമനിഡ് വരേണ്യവർഗം ഒരു പഴയ പേർഷ്യൻ എന്നറിയപ്പെടുന്ന പേർഷ്യൻ ഭാഷയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പഴയ പേർഷ്യൻ എഴുതുന്നതിനായിട്ട് മെസപ്പൊട്ടോമിയക്കാര് യൂണിഫോം ലിപി തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഭാഷയിലും ലിപിയിലും അരാമിക് ഔദ്യോഗിക രേഖകളുടെയും അതുപോലെ ദൈനംദിന സാമ്രാജ്യത്തെ ആശയവിനിമയത്തിലും ഒരു പ്രാഥമികമായിട്ടുള്ള മാധ്യമമായിട്ട് അരമായി ഭാഷ മാറി. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ റിലീജിയൻ ആണ്. മതസഹിഷ്ണുതക്ക് പേര് കേട്ട അക്കീമനിഡ് സാമ്രാജ്യം വൈവിധ്യമായിട്ടുള്ള വിശ്വാസങ്ങളും ഉൾപ്രദേശങ്ങളെയും മറ്റും ഉൾക്കൊള്ളുന്ന വിവിധമായിട്ടുള്ള ഒരു വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ പേര് കേട്ടിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ഡാരിയസ് ഒന്നാമന്റെ കാലത്ത് പേർഷ്യൻ വരേണ്യവർഗത്തിലെ സ്വരാഷ്ട്രീയം എന്നുള്ള ഒരു മതം പ്രബലമായിട്ട് വളർന്നു വന്നു. കീഴടക്കിയ സമുദായങ്ങളുടെ മതപാരമ്പര്യങ്ങളെ താഴ്ച വളരാൻ അക്കീമനിഡ് ഭരണകൂടം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പ്രാദേശിക ആരാധനകളെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു നയത്തിലൂടെ ഉണ്ടായിരുന്നത്. മഹാനായ സൈറസ് യഹൂദന്മാരെ പിന്തുണക്കുകയും അതുപോലെ ബാബിലോണിയൻ ആരാധനാലയങ്ങളുടെ പുനർനിർമ്മാണത്തിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വടക്കുകിഴക്കൻ ഇറാനിൽ നിന്നാണ് സ്വരാഷ്ട്രീയം എന്നുള്ള ഒരു ആശയം ഉത്ഭവിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഈ പ്രദേശത്ത് അർദ്ധനാടോടികളായിട്ടുള്ള ആളുകൾ സ്വീകരിച്ച ഈ സ്വരാഷ്ട്രീയനിസം ക്രമേണ ഇറാനിലുടനീളം അതുപോലെ മേദികൾക്കിടയിലും വളരെയധികം വ്യാപിച്ചു. മതം പരിണമിച്ചപ്പോൾ അത് പഴയ ഇറാനിൽ നിന്നും മതപാരമ്പര്യങ്ങളുടെ ഘടകങ്ങൾ ഉൾക്കൊള്ളുകയും അതുപോലെ അഹൂറ മസ്ദയുടെ ആരാധനയെ കേന്ദ്രീകരിച്ച് ഒരു ഏകദൈവ സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. മസ്ദ എന്ന് പറയുന്നത് പുരാതന ഇറാനിയൻ ആരാധനകളെ അദ്ദേഹം സംരക്ഷിക്കുകയും ചെയ്തു. ഡാരിയസ് ഗ്രീക്ക് ദേവതകളെ ബഹുമാനിച്ചതായിട്ടും
കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തുടർന്ന് അക്കീമിഡ് ഭരണാധികാരികൾ പൊതുവെ ഇറാനിയെ ഇതര ആരാധനകളെ തടസ്സപ്പെടുത്താതെ തന്നെ സംരക്ഷിച്ചു പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്വരാഷ്ട്രീയം എന്നുള്ളത് വളരെയധികം വ്യാപിക്കുകയും ഭരണകൂടത്തിന്റെ ഒരു ഔദ്യോഗിക മതമായിട്ട് പിന്നീട് മാറുകയും ചെയ്തു. അവസാനമായിട്ട് പറയുന്നത് ഡിക്ലൈൻ ഓഫ് ദി എംപയർ ആണ്. അക്യുമിനേറ്റ് സാമ്രാജ്യം അതിന്റെ 200-ലധികം വർഷത്തെ അസ്തിത്വത്തിലുടനീളം ഇടയ്ക്കിടെ എന്താണ് പലധികം കലാപങ്ങളും അതുപോലെ അതിർത്തി ഏറ്റുമുട്ടലുകളും നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊത്തത്തിൽ എന്താണ് മിക്കവാറും അതിന്റെ കേടുപാടുകളൊന്നും സംഭവിക്കാതെ തന്നെ അതിജീവിച്ചു പോന്നിട്ടുള്ള ഒന്നുകൂടിയായിരുന്നു. എന്നിരുന്നാലും മാസിഡോണിയയിലെ അലക്സാണ്ടറുടെ അധിനിവേശത്തോടു കൂടി അതിന്റെ തകർച്ച ആരംഭിച്ചു എന്ന് വേണം പറയാൻ. ഈ കാലഘട്ടത്തിൽ BCE 336 മുതൽ 331 വരെ ഭരിച്ചിരുന്ന അക്യുമിനേറ്റ് രാജാവായിരുന്നു ഡാരിയസ് മൂന്നാമൻ എന്ന് പറയുന്നത്. പടിഞ്ഞാറ് അനറ്റോലിയയിലെ ഗ്രാനിക്കസ് യുദ്ധത്തിൽ തുടങ്ങി പേർഷ്യൻ സൈന്യത്തിന് മേൽ അലക്സാണ്ടർ എന്താണ് ഒരു വിജയത്തിന്റെ പരമ്പര തന്നെ നേടിയെടുക്കുകയാണ് ചെയ്തത്. തുടർന്ന് അദ്ദേഹം പടിഞ്ഞാറൻ അനറ്റോലിയ, സിറിയ, ഈജിപ്ത് എന്നീ പ്രദേശങ്ങളും കീഴടക്കി. അലക്സാണ്ടർ മുന്നേറിയപ്പോൾ എന്താണ് അവർ ബാബിലോൺ, അതുപോലെ ന്യൂസ, പെർസെപോളിസ് എന്നിവയും പിടിച്ചെടുത്തു. അദ്ദേഹം എന്താണ് ഒരു പ്രതീകാത്മകമായിട്ട് ഒരു നഗരം തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒടുവിൽ BCE 330 ഡാരിയസ് മൂന്നാമൻ വധിക്കപ്പെടുകയും ചെയ്തു. അലക്സാണ്ടർ അക്യുമിനേറ്റ് സാമ്രാജ്യം ഫലപ്രദമായിട്ട് കീഴടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും അവരുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും 3 സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ബാബിലോണിയ, അസീറിയ, അതുപോലെ പേർഷ്യ തുടങ്ങിയിട്ടുള്ള സാമ്രാജ്യങ്ങളുടെ വളർച്ചയും അതുപോലെ അവരുടെ തകർച്ച വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.